ഗുഡ് ഈവനിങ്, രജിത ബാലു ആണേ. ഇന്ന് മറ്റൊരു ലൊക്കേഷനിലെ വിശേഷവുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ പൂക്കളും ഒക്കെ നിറഞ്ഞിട്ടുള്ള നഴ്സറി എവിടെയാണെന്നറിയണ്ടേ? ഇത് ബാംഗ്ലൂരോ ഊട്ടിയോ കൊടൈക്കനാലോ ഒന്നുമല്ല കേട്ടാ, നമ്മുടെ സ്വന്തം തൃശ്ശൂരിൽ ഉള്ള ഒരു ചെറിയ പ്രദേശത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോഴേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. 150-ൽ പരം കടലാസ് പൂക്കളുടെ കളക്ഷൻസ് ഉള്ള ഒരു നഴ്സറിയാണ് കേട്ടോ ഇത്. റോയൽ ഡ്രീംസ് എക്കോ ഫ്രണ്ട്ലി അഗ്രോ പാർക്ക് എന്നാണ് ഈ ഒരു നഴ്സറിയുടെ പേര്. ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചൂണ്ടൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് കുന്നംകുളം റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ, അതായത് കുന്നംകുളം തൃശ്ശൂർ റൂട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹൈലൈറ്റ് മാളിന് സമീപത്തായിട്ട് ഒരു ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു നഴ്സറിയാണ് കേട്ടോ ഇത്. ഇവിടെ എടുത്തു പറയാനുള്ളത് ഈ ഒരു ബോഗൻവില്ലാസിൻ്റെ കളക്ഷൻസും മാത്രമല്ല, മറ്റ് കായ്കനികൾ ഉണ്ടാവുന്ന പ്ലാന്റ്സൊക്കെ, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കായ്ക്കണ മരങ്ങളുടെയൊക്കെ ഹൈബ്രിഡ് വെറൈറ്റീസ്, അതായത് ഒരു വർഷം കൊണ്ട് 1.5 വർഷം കൊണ്ടൊക്കെ പൂക്കണ മാവ്, ചക്ക, അതായത് പ്ലാവ്, മാങ്ങ കിട്ടണതായാലും ചക്ക കിട്ടണതായാലും മറ്റ് ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരുപാട് വർഷം എടുക്കണ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ചെടികൾ, മരങ്ങളുടെയൊക്കെ ഹൈബ്രിഡ് വേർഷൻസ്, അതായത് നമുക്ക് എത്രയും പെട്ടെന്ന് കായ്കനികൾ ഭക്ഷിക്കാൻ പാകത്തിന് കിട്ടാവുന്ന രീതിയിലുള്ളത് കേട്ടോ, അതൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ബോഗൻവില്ലാസിൻ്റെ 150-ൽ പരം കളക്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? ഷെയ്ഡുകൾ തന്നെ ചെറിയ ചെറിയ വ്യത്യാസത്തിലുള്ളത്. അതുപോലെ ബോഗൻവില്ലാസിൻ്റെ ഇലകൾക്ക് പോലും വളരെ വ്യത്യാസമാണ്. ഇപ്പം ഈ ഒരു ഫ്ലവർ കണ്ടോ, ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ എന്താ പറയുക, റോസ് കളർ അല്ലേ, ലൈറ്റ് കളറിലുള്ള പൂവും അതുപോലെ തന്നെ അതിൻ്റെ ലീവ്സ് മുഴുവൻ യെല്ലോ കളറിലും, അത് മഞ്ഞച്ചതോ വാടി നിൽക്കണതോ അല്ല കേട്ടോ, അതും ഒരു വെറൈറ്റിയാണ്. അതുപോലെ ചില ബോഗൻവില്ലാസിൻ്റെ ഇലകൾ ഇപ്പോൾ അതാ ഇതൊന്ന് നോക്കിയേ, ആ ഇലകൾക്കും പ്രത്യേകതയുണ്ട്. ഇല ഏതാ പൂവ് ഏതാന്ന് നമുക്ക് മനസ്സിലാവില്ല, അത്രയും ഭംഗിയായിട്ടാണ് കാണാനായിട്ട്. ഈ അഡ്രസ്സ് ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. റോയൽ ഡ്രീംസ് എക്കോ ഫ്രണ്ട്ലി അഗ്രോ പാർക്ക് എന്നാണ്. ഇവിടെ നമുക്ക് ബോഗൻവില്ലാസിന് പുറമെ മറ്റ് ഗാർഡൻ പ്ലാന്റ്സും ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ പച്ചക്കറികളുടെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കായ്കനികളുടെ, മരങ്ങളുടെ ഒക്കെ ചെടികൾ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫോൺ നമ്പറിൽ വേണം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട്. നമുക്ക് പ്ലാന്റ്സ് കിട്ടേണ്ട കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടത് ആ ഒരു നമ്പറിലാണ്. അപ്പം നമ്മൾ 1 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞല്ലോ, അതിലൊരുപാട് പൂച്ചെടികളുടെയും മറ്റും കായ്കനികളുടെയും ചെടികളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അന്ന് ഞാൻ മറ്റൊരു, അതായത് ഇപ്പോൾ ഈ കാണുന്ന നഴ്സറി ഉണ്ടല്ലോ, നമ്മുടെ ഡെൽഫി മാമിൻ്റെ ഹെവൻ ഓർക്കിഡ്സ്, അത് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡെൽഫി മാമിൻ്റെ അടുത്ത് ഞാൻ പോയപ്പോൾ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നത്. അപ്പോഴേക്കും ഇവിടുത്തെ സാറ് പോയിട്ടുണ്ടായിരുന്നു. പെർമിഷനൊക്കെ എനിക്ക് ഡെൽഫി മാം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാറായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല. സ്റ്റാഫൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ വിയറ്റ്നാം വെറൈറ്റി പ്ലാവ്, അതിൻ്റെ ചക്ക നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. അതുപോലെ അതൊക്കെ നമുക്ക് കാണിച്ചു തരുകയും ചെയ്തു കേട്ടോ. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. നല്ല ഉച്ച നേരത്താണ് ഞാൻ അവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് പോണത്. അപ്പോഴേ നമ്മൾ അറിയാലോ ഇപ്പോഴത്തെ ചൂടിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ എനിക്ക് ഈ പൂക്കൾ തന്നെ കണ്ടപ്പോൾ ഞാൻ അതിൽ മറന്നുപോയി എന്ന് പറയാം. ശരിക്കും ഊട്ടിയിലും കൊടൈക്കനാലിലും ബാംഗ്ലൂരൊക്കെയാണ് നമ്മൾ ഇതുപോലെ ഫ്ലവേഴ്സ്, കളർഫുൾ ആയിട്ടുള്ള ഗാർഡൻസ് ഒക്കെ കണ്ടിട്ടുള്ളത് അല്ലേ. അതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് പോവും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടികൾ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. അതല്ല തൃശ്ശൂർ ജില്ലയിൽ അവിടെ എത്തിപ്പെടാൻ ഈസി ആയിട്ടുള്ളവർക്ക് അവിടെ നേരിട്ട് പോകാവുന്നതുമാണ്. അതുപോലെ തന്നെ മറ്റ് എക്യുപ്മെൻറ്റ്സ്, ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവിടെ കിട്ടുന്നുണ്ടെന്നും കൂടെ ഞാൻ അവിടെ വായിച്ചു. ഇനി എനിക്ക് എങ്ങനെയത് വർണ്ണിക്കേണ്ടതെന്ന് ഇപ്പോഴും അറിയില്ല കേട്ടോ. കാരണം ആ പൂക്കളുടെ, ഇലകളുടെ ഒക്കെ അവരുടെ ഒരു സസ്യശാസ്ത്രപ്രകാരം അതിന് ഇങ്ങനെയാണ് നിൽക്കുന്നത്, അങ്ങനെയാണ് നിൽക്കുന്നത്, അതിൻ്റെ ഇതളുകൾക്ക് ഇതുപോലെയുണ്ട് അതുപോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഭംഗിയുണ്ടെന്ന് മാത്രം പറയണത്. എന്താ കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു കളറിൻ്റെ ചേഞ്ച് ആയിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ടു കേട്ടോ. ആ ഒരു ഇലകൾക്കൊക്കെ നമ്മൾ ഇലച്ചെടികളുടെ പല പല കളറിലുള്ള ഡിസൈനൊക്കെയുള്ള ഇലച്ചെടികൾ
ചെടികളുണ്ടല്ലോ അതുപോലെയുള്ള ഇലയുണ്ട്, പൂവുണ്ട്. അപ്പോൾ ഒരു ചെടിമേ തന്നെ 2 തരത്തിലുള്ള ആകർഷണങ്ങളാണ് ചേർന്ന് വരുന്നത്. പൂവിനൊരു ഭംഗി, ഇലയ്ക്ക് മറ്റൊരു ഭംഗി. അപ്പോഴേ മട്ടുപ്പാവിലും മതിലുമ്മലൊക്കെ ഇത് നിറയെ വെച്ചിട്ടുണ്ടെങ്കിൽ, അതും വളരെ കളറുകൾ കലർത്തിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. ഇത് റെഡി ടു പോട്ടാണ് കേട്ടോ. നമുക്ക് വേറെ ഒരു വിഷമമില്ല. അവർ നന്നായിട്ട് ഹൈബ്രിഡ് ചെയ്ത് മുളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക കേട്ടോ. അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതാ കണ്ടില്ലേ, എത്ര കളറാണ് അല്ലേ. എത്ര തരം കളറാണ് നമ്മൾ പറയേണ്ടതും പഠിക്കേണ്ടതെന്നും ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയിട്ടാ. എന്ത് കളറായിട്ടാണ് പറയുക? പീച്ച് എന്ന് പറയണോ, പിങ്ക് എന്ന് പറയണോ, ഓറഞ്ച് എന്ന് പറയണോ, മഞ്ഞ എന്ന് പറയണോ, ഒക്കെ കൂടെ പലതരം കളറുണ്ട്. സിംഗിളായിട്ടുള്ള കളറുകളുണ്ട്. ഒരുപാട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ. നല്ല നട്ടുച്ച സമയത്താണ് ഞാൻ പോയത്. കുട ചൂടിയിട്ട് ബാലു എനിക്ക് കുട ചൂടി തന്നിട്ടാണ് ഞാനത് പലപ്പോഴും ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കിയത്. പക്ഷേ ചില സമയങ്ങൾ ആ കുടയുടെ നിഴലും കൂടെ വരുന്നത് കൊണ്ട് അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് വെയിലും കൊണ്ടിട്ടാണ് ഞാനത് ഷൂട്ട് ചെയ്തത്. മറന്നുപോയി. അതുകൊണ്ട് തന്നെ എന്താണ്, ബാക്കിയുള്ള സ്ഥലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല. ഇപ്പം പ്ലാവുമ്മൽ ചക്ക ഉണ്ടായിട്ടുള്ളതും, ഒരു ബക്കറ്റിലൊക്കെ ഇരിക്കണ ചക്ക, പ്ലാവ്, അതുപോലെ മാവുമ്മൽ മാങ്ങ ഉണ്ടായിട്ടുള്ളതൊക്കെ, അതായത് നമ്മുടെ കൈയിൻ്റെ അത്ര നീളമൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും കാണിച്ചു തരാനായിട്ട് എനിക്ക് പറ്റിയില്ല. അതുപോലെ ഈ ഒരു ബോഗൻവില്ല നോക്കിയേ, ഈശ്വര എന്താ പറയുക അല്ലേ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. എൻ്റെ ആ ഒരു എന്താ പറയുക, എന്നിലെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള എൻ്റെ ആ ഒരു അവസ്ഥ നിങ്ങൾക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചെടികളുണ്ട്. ബോഗൻവില്ലാസിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുപോലെ ദാ ഈ ഒരു ചെടി കണ്ട, ഈ ചെടിയുടെ പേര് ഫസ്റ്റ് ലവ് പ്ലാന്റ് എന്നാണ് കേട്ടോ. ആ ഫസ്റ്റ് ലവ് പ്ലാന്റ് എന്താണെന്നുള്ളതിൻ്റെ അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ എന്തെങ്കിലും എൻ്റെ ഫ്രണ്ട്സിന് അറിയുകയാണെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് ഇടണം കേട്ടോ. അത് ഞാൻ ഷോർട്സ് ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് കണ്ടെത്താനായിട്ട് പറ്റിയില്ല. ഫസ്റ്റ് ലവ് പ്ലാന്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നല്ല നമ്മുടെ കൊറോണയുടെ പോലെയെന്നോ അല്ലെങ്കിൽ ബ്രഷ് പോലെ എന്താണെന്ന് പറയാൻ പറ്റില്ല. നിറച്ച് ബട്ടർഫ്ലൈസും അതുപോലെ ചെറിയ തേനീച്ചയുണ്ടല്ലോ, ആ ഹണി ബീസ് ചെറുത്, അതൊക്കെ നിറയെ ആ ചെടിയുടെ ചുറ്റുണ്ടായിരുന്നു. എന്തോ ഒരു മധുരം ആ ചെടിയുടെ ഫ്ലവേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. തേൻ പോലെയോ മറ്റോ. സോറി, ഞാൻ കൊറോണയുടെ പോലെ എന്ന് പറഞ്ഞതേ, കൊറോണ വൈറസിന് ആ സമയങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ കണ്ടിരുന്നത്, ഇതുപോലെ പൊട്ടിത്തെറിച്ച പോലെ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ബ്രഷ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ബോട്ടിലൊക്കെ വാഷ് ചെയ്യണ ബ്രഷ് ഉണ്ടല്ലോ, അത് നമ്മൾ വാങ്ങുമ്പോൾ പുതുതായിട്ട് ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെയാണല്ലോ ബ്രഷ്, എന്നിട്ട് ആ ബ്രഷുകളുടെ തുമ്പത്ത് ഇങ്ങനെ ഓരോ മണിമണി പോലെ ആ ഒരു പുതുതായി ഇരിക്കണ കുപ്പി കഴുകണ ബ്രഷിൻ്റെ ഒരു ചായയും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഫസ്റ്റ് ലവ് എന്നതിന് പേര് വരാനായിട്ട് കാരണം എന്നുള്ളത് വളരെ ഒരു ക്യൂരിയോസിറ്റി തോന്നി എനിക്ക്. അതുപോലെ തന്നെ എന്തായാലും ഇൻട്രസ്റ്റിങ്ങും തോന്നി. അറിയാവുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. എനിക്കത് അറിയാത്തത് കൊണ്ട് ഞാനത് ഷോർട്സിലും ഇട്ടിട്ടില്ല. എനിക്ക് എന്തായാലും അത് പറഞ്ഞ് അതിൻ്റെ ഡെഫിനിഷനോട് കൂടിയിട്ട് ഷോർട്സിൽ ഇടണം എന്നാണ് ആഗ്രഹം. ഞാനത് തപ്പിത്തെറിഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഒന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേ മസ്റ്റായിട്ടും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇവിടുത്തെ റൂട്ട് നമുക്ക് വിഷമമൊന്നുമില്ല. റൂട്ട് മാപ്പ് ഗൂഗിളിലും അവൈലബിൾ ആണ്. അങ്ങനെയും നമുക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോഴേ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളിലൂടെ കാണാം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒട്ടും മറവി വേണ്ട. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.